കുറച്ച് നേരം ആയല്ലോ ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്താ പരിപാടി? നമ്മുടെ വീഡിയോക്കുള്ള പുതിയ ഡ്രസ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ അതില് കളേഴ്സിലൊരു കൺഫ്യൂഷൻ. ഈ രണ്ട് കളേഴ്സ് നമുക്ക് ഓക്കെ ആണ്. ഇത് രണ്ടും പക്ഷെ നാലും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് അല്ലേ? ഇത് വന്നിട്ട് നമ്മുടെ ഒരു പിസ്ത പോലെ തന്നെയുണ്ട്. ഓണിയൻ ആൻഡ് പിങ്ക് ബ്ലെൻഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നല്ല രണ്ട് ഷെയ്ഡ്സ് അല്ലേ? രണ്ടും നല്ല റയർ. ബ്ലൂവിന്റെ ആയിരുന്നു നോക്കിയത്? ബ്ലൂവിന്റെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും കറക്റ്റ് കിട്ടുന്നില്ല. എക്സാക്ട് ഈ ചാർട്ടിൽ ഒന്നും ഇത് കിട്ടുന്നില്ല അല്ലേ? എന്നാൽ ഡെനീമിന്റെ ഒരു എന്നാ പറയാൻ പറ്റത്തില്ല അല്ലേ? ഐസ് ബ്ലൂ ആൻഡ് ഡെനീം അങ്ങനെ ഒരു കോമ്പിനേഷനിലോട്ട് വരുന്നല്ലേ? ഓക്കെ, ഇതോ സാൻഡൽ ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. എക്സാക്ട് അല്ല, ഒരു ഓറഞ്ച് യെല്ലോ കോമ്പിനേഷൻ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിന്റെ വീഡിയോസ് ഒന്ന് ആഡ് ചെയ്യാം. അതിന്റെ കൂട്ടത്തെ എക്സാക്ട് കളേഴ്സിന്റെ ഫോട്ടോസും നമുക്ക് കൊടുക്കാം. നമുക്കെന്നാ 1 by 1 ആയിട്ട് കാണിച്ചാലോ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെയർ ഷെയ്ഡ് ആണ്. ഇതൊരു യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിൽ തന്നെ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇതിൽ ഇതുപോലെ യോക്ക് വർക്കും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് കോളറുമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നമുക്ക് ഇത് യൂസ് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സ്ലീവ് എൻഡിലും ഇതുപോലെ നമ്മൾ ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ത്രെഡ് എംബ്രോയിഡറി ആണ്. വിതൗട്ട് ലൈനിങ്ങിൽ വന്നിട്ടുള്ള ഒരു സ്ലിറ്റഡ് കുർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോളറും കാര്യം വരുന്നതുകൊണ്ട് തന്നെ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം. ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെയിം ടോണോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടംസോ ഒക്കെ ഇതിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ്. ഒരു ഐസ് ബ്ലൂ ആൻഡ് ഡെനിം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു റെയർ ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതാണ് സെക്കൻഡ് വൺ. ഇതിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു വൈറ്റ് ത്രെഡ് ഒക്കെ കുറച്ചും കൂടെ ഭംഗിക്ക് നിൽക്കുന്നുണ്ട്. വൈറ്റ് ആൻഡ് സിൽവർ ത്രെഡ് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സെയിം കൈൻഡ് ഓഫ് കോളർ, സ്ലീവ്സും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. എല്ലാം തന്നെ സ്ലിറ്റഡ് കുർത്തീസ് ആണ്. തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ്. എന്നാൽ ഇതൊരു പക്ക ഓണിയൻ അങ്ങനെ ഒരു ഷെയ്ഡും അല്ല. ഇതാണ് തേർഡ് കളർ എന്ന് പറയുന്നത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. സ്ലീവ് എൻഡിൽ വർക്കുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ പിസ്ത ഷെയ്ഡാണ്. ഈ ഫാബ്രിക്കിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലൊരു ലൈൻ പാറ്റേൺസിൻ്റെ ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ഒരു ലൈറ്റ് വൈറ്റ് കളർ. അപ്പം നേരിട്ട് കാണാൻ നമുക്ക് ഇതിലും കുറച്ചും കൂടെ ഭംഗിയും തോന്നുന്നുണ്ട്. ഇതിനൊരു വർക്കും ഈ ഒരു ഫാബ്രിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്നുമുണ്ട്. ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള യോക്ക് വർക്കാണ്. നമുക്ക് വിതൗട്ട് ദുപ്പട്ടയിലും ഒരു ഓഫീസ് വെയറും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ലീവ്സ് ഇതുപോലെ വരും. സ്ലിറ്റഡ് കുർത്തിയാസ് ആണ് വരുന്നത്. ഇതിനെല്ലാം തന്നെ നമുക്ക് സൈസസ് റെഗുലർ സൈസ് ആണ് അവൈലബിൾ. പ്ലസ് സൈസസ് അവൈലബിൾ അല്ല.